Good morning. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ NCERTയിലെ ചാപ്റ്റർ നമ്പർ 10 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്റെ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ കുറച്ച് കീ പോയിന്റ്സ് പഠിച്ചിരുന്നു. ഈ കീ പോയിന്റ്സ് വെച്ചാണ് NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിനും റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് അതിലെ മേജർ പോയിന്റ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണെങ്കിൽ അവിടെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഫസ്റ്റ് സെൽ സൈക്കിൾ എന്താന്ന് പഠിച്ചിരുന്നു. ഇനി സെൽ സൈക്കിളില് ഫേസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. എങ്ങനെയാണ് G1 നിന്ന് എസിലേക്ക് പോകുന്നു, എസിൽ നിന്ന് G2 നമ്മൾ ഫൈനലി ഏതിലേക്ക് പോകുന്നു, മൈറ്റോസിസ്, അതായത് കാരിയോകൈനസിസിലേക്ക് പോകും. ആൻഡ് ഈ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, എം ഫേസ്, G2 നിന്ന് എം ഫേസിലേക്ക് പോകുന്നു. ആൻഡ് ഈ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യലി ഓർഡറിൽ നടക്കുന്ന ഒരു ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആൻഡ് ഈ ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോസസ്സിന് ചില പ്രോട്ടീൻസിന്റെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. ആൻഡ് ജനറ്റിക്കലി കൺട്രോൾഡ് ആയതുകൊണ്ട് അതിന് ചില പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീനെയാണ് നമ്മൾ സൈക്ലിൻസ് ആൻഡ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസസ് എന്ന് വിളിക്കുന്നത്. ഇനി സെൽ ഡിവിഷന് നമ്മൾ മേജർ ആയിട്ട് രണ്ട് ഫേസിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. ആ രണ്ട് ഫേസസ് എന്താണ്, സെൽ ഡിവിഷന് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ഫേസിലേക്ക് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഫേസ് ഇന്റർഫേസ് ആണ്. ആൻഡ് ഈ ഇന്റർഫേസിന് നമ്മൾ എന്തൊക്കെ വിളിച്ചു, പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ് എന്ന് വിളിച്ചു. ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അറൌണ്ട് 95% ഓഫ് സെൽ ഡിവിഷൻ. അതായത് സെൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന 95% ഇന്റർഫേസും ബാക്കി 5% മാത്രമാണ് ഏതുള്ളത്, എം ഫേസ്, അതായത് മോസ്റ്റ് ഡ്രമാറ്റിക് ഫേസ് എന്ന് വിളിക്കുന്ന എം ഫേസ് ഉള്ളത്. ഇനി ഈ ഇന്റർഫേസിലാണ് നമ്മൾ അഗൈൻ മാറി മാറി ഓരോന്ന് കണ്ടത്. ഏതൊക്കെ, G1, S, G2, ഈ മൂന്ന് ഫേസ് നമ്മൾ ഏതിൽ കണ്ടു, ഇന്റർഫേസിലാണ് കണ്ടത്. ഇനി ഈ G2 കഴിഞ്ഞിട്ട് നമുക്ക് എം ഫേസിൽ എന്തൊക്കെ കാണാൻ പറ്റും, കാരിയോകൈനസിസും ആൻഡ് സൈറ്റോകൈനസിസും കണ്ടു. ഇനി ഇതില് ഈ G1S G2 ഏറ്റവും ലോങ്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതിനെയാണ് നമ്മൾ വിളിച്ചത്, ഏറ്റവും ലോങ്സ്റ്റ് ഫേസ് നമ്മൾ G1 വിളിക്കുന്നു. ആൻഡ് G1 is also called ഇതൊരു സൈക്കിളിൽ നടക്കുന്നതായതുകൊണ്ട് G1S G2 M, ഈ M കഴിഞ്ഞ് അഗൈൻ G1 തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്, G1 is also called പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ പ്രീ സിന്തറ്റിക് ഫേസ്. അങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ പേര് ചോദിച്ചാൽ, ഓരോ ക്വസ്റ്റ്യൻ ഓരോ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. പ്രീ സിന്തറ്റിക് എന്ന് പറയുന്നത് സിന്തറ്റിക്കിന് മുമ്പ് വരുന്ന G1 അല്ലെങ്കിൽ പോസ്റ്റ് മൈറ്റോട്ടിക് എന്ന് പറയുന്നത് മൈറ്റോട്ടിക്കിന് ശേഷം വരുന്ന G1 എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്ന് പറഞ്ഞു. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, MCQലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 MCQ, മിയോസിസ് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് റിസൾട്ട്സ് ഇൻ. ഇപ്പൊ ഡിപ്ലോയിഡ് ഓർഗാനിസത്തില് മിയോസിസ് നടക്കുന്നത് എന്ത് റിസൾട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം, മിയോസിസ് മെയിൻലി എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും അല്ലെങ്കിൽ ആനിമൽസിൽ നടക്കുമ്പോൾ അത് ഏത് പ്രോസസ്സിന് കൂടെയാണ് നടക്കുന്നത്, മിയോസിസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഗാമറ്റോജെനസിന്റെ സമയത്താണ് മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത്. ആൻഡ് നമുക്കറിയാം സ്പെർമറ്റോജെനസിന്റെ സമയത്ത് എന്ത് പറ്റുന്നു, സ്പെർമറ്റോജെനസിന്റെ സമയത്ത് 4 സ്പേംസ് ആണ് ഫോംഡ് ബൈ മിയോസിസ്. അതേസമയം oogenesisന്റെ സമയത്ത് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നത് അവർ അൺഈക്വലും ആയിരിക്കും. ആൻഡ് 1 മെച്ചോർ ഓവമും ബാക്കി 3 ചെറിയ സ്മോൾ പോളാർ ബോഡീസും ആയിരിക്കും. ഈ കാര്യം എക്സ്ട്രാ ആണ്, ഈ ക്വസ്റ്റ്യന്റെ അപ്പുറത്തുള്ളതാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞാണ്. സ്പെർമറ്റോജെനസിന് 4 സ്പേം ഉണ്ടായി, പക്ഷെ 4 എഗ് അല്ല oogenesis ഉണ്ടാവുന്ന, ഒരൊറ്റ മെച്ചോർ ബിഗ് ഓവമാണ് ഉണ്ടാവുന്നത്. ബാക്കി 3 സ്മോൾ പോളാർ ബോഡീസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, മിയോസിസ് നടക്കുന്നത്
നമ്മുടെ ഗാമറ്റോജെനസിന്റെ സമയത്താണ് മോസ്റ്റ്ലി. ഇനി അത് അക്കറൻസ് പറയാനാണെങ്കിൽ എവിടെയാണ്? ജേം സെൽസിലാന്ന് പറയാം. കാരണം ജേം സെൽസ് ആണ് റീപ്രൊഡക്റ്റീവ് സെൽസ്. അവിടെയാണ് എന്തുണ്ടാവുന്ന ഗാമറ്റോജെനസിസ് ഉണ്ടാവുന്നത്. ഇനി ഈ മിയോസിസ് വഴി ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് എത്രയായിരിക്കും? 4 ഡോട്ടർ സെൽസ് ആയിരിക്കും മിയോസിസ് വഴി നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഈ മിയോസിസ് നടക്കുന്ന സെൽസ് എങ്ങനെയായിരിക്കും? അവരുടെ പ്ലോയിഡ് എടുത്ത് നോക്കിയാൽ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോ മിയോസിസ് നടന്നുണ്ടാവുന്ന സെൽസിന്റെ പ്ലോയിഡി ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി മിയോസിസിൽ ആക്ച്വൽ സെൽ ഡിവിഷൻ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ആക്ച്വൽ സെൽ ഡിവിഷൻ ഇൻ മിയോസിസ് എന്ന് വെച്ചാൽ സെൽ 2 തവണ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഫേസ് 1 ഫേസ് മിയോസിസ് 1ഉം 2ഉം ഉണ്ട്. അപ്പോ സെൽ ഡിവൈഡ്സ് ട്വൈസ് നമുക്ക് പറയാൻ പറ്റും. അതായത് 2 തവണ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മിയോസിസ് മോസ്റ്റ്ലി ഫോർമേഷൻ ഓഫ് ഗാമിറ്റ്സിന്റെ സമയത്താണ് നടക്കുന്നത്, ഡ്യൂറിങ് ഗാമറ്റോജെനസിസ്. അപ്പൊ ഇത്രയും മിയോസിസിനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രൊഡക്ഷൻ ഓഫ് ഗാമിറ്റ്സിന്റെ സമയത്താണ് എന്ത് എന്ന് പറഞ്ഞാൽ മിയോസിസ് ഡിപ്ലോയിഡ് ഓർഗാനിസം റിസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ഓഫ് ഗാമിറ്റ്സിന്റെ സമയത്താണ്. അപ്പൊ എന്താണ്? അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി ബി പറഞ്ഞിരിക്കുന്നത് റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ക്രോമോസോംസ്. അപ്പൊ നമുക്കറിയാം എന്താണ് റിഡക്ഷണൽ ഡിവിഷൻ എന്നാണ് ഏതിനെ വിളിക്കുന്നത്? മിയോസിസിനെ വിളിക്കുന്നത്. അപ്പോ റിഡക്ഷണൽ ഡിവിഷൻ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ക്രോമോസോംസ് നടക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ഒരു 40 ക്രോമോസോം ഉള്ള സെല്ല് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അതിലുണ്ടായി വരുന്നതിന് എത്രയായിരിക്കും? പ്ലോയിഡ് നമുക്കറിയാം ഹാപ്ലോയിഡ് ആയിരിക്കും. അതേപോലെ തന്നെ 23 ക്രോമോസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ആ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നതും ശരിയാണ്. ഇനി മിയോസിസിൽ റിസൾട്ട്സ് ഇൻ ഇൻട്രൊഡക്ഷൻ ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം മിയോസിസിന്റെ സമയത്ത് നമ്മൾ, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് അപ്പോഴാണ് ഗാമറ്റോജെനസിസ് നടക്കുന്നത്, അപ്പോഴാണ് മിയോസിസ് നടക്കുന്നത്. അപ്പോ നമുക്ക് പാക്റ്റീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് പഠിച്ചിരുന്നു. പാക്റ്റീൻ സ്റ്റേജ് ഓഫ് എവിടെ? പ്രോഫേസ് 1. അപ്പൊ ഈ പാക്റ്റീൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 നമ്മൾ ഏത് പ്രോസസ് കണ്ടിരുന്നു? ക്രോസിംഗ് ഓവർ കണ്ടിരുന്നു. ആൻഡ് ഈ ക്രോസിംഗ് ഓവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ജനറ്റിക് വേരിയബിലിറ്റി. അപ്പൊ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ്? ഈ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് ചില തരത്തിലുള്ള ജീനോമിക് ആയിട്ടുള്ള ആൻഡ് ക്രോമസോമൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് വിച്ച് ആർ മോസ്റ്റ്ലി യൂസ്ഫുൾ. ക്രോമസോമൽ മ്യൂട്ടേഷൻസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് നമ്മുടെ മിയോസിസ് നടക്കുന്ന സെല്ലില്. അപ്പോ ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ എവല്യൂഷൻ. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന പ്രോജനി ഈ സെക്ഷൽ പോലെ കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ അല്ല. ചില ന്യൂ ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയബിലിറ്റി നമുക്ക് കാണാം. ഇതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? എവല്യൂഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് റേസ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട് പാക്റ്റീൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. അപ്പോൾ അവിടെ ജനറ്റിക് വേരിയബിലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിയോസിസിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ ഓഫ് വേരിയേഷനും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദ അബവ്. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ ഈ താഴെ പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാ ഓപ്ഷൻസും നടക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദി അബവ്. ഇനി സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ മിയോസിസ് റിഡക്ഷണൽ ഡിവിഷൻ ആണ്. ആൻഡ് ക്രോമസോം നമ്പർ ഗാമീറ്റിൽ ഉണ്ടായി വരുന്ന ഗാമീറ്റിൽ എങ്ങനെയായിരിക്കും? ഹാഫ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് ഇതില് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നുണ്ട്. ഏതില്? പാക്റ്റീൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വേരിയേഷൻ ഉണ്ടാക്കുന്നു ഇൻ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ ലീഡ്സ് ടു എവല്യൂഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് റേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് മിയോസിസ് does the genetic constitution of gametes is finally decided? അപ്പോ നമ്മള് മിയോസിസിന്റെ ഏത് സ്റ്റേജ് എടുത്താലാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിൽ കാണുന്ന അതേ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കാണാൻ പറ്റുന്നത്? ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താ? മെറ്റഫേസ് 1, ആനഫേസ് 2, മെറ്റഫേസ് 2 ആൻഡ് ആനഫേസ് 1. അപ്പോ ഇതെന്താന്ന് പറഞ്ഞാല് 2 എല്ലാ സ്റ്റെപ്സിലും 2, അതായത് പ്രോഫേസ് ആയാലും മെറ്റഫേസ് ആയാലും ആനഫേസ് ആയാലും ടീലോഫേസ് ആയാലും 2
സെക്കൻഡ് ഫേസ് നടക്കുമ്പോൾ എന്താണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മൈറ്റോസിസ്. ഇനി അതില് എന്തെങ്കിലും ഒരു സാധനം ഡിസൈഡഡ് ആവണമെങ്കിൽ ആ ഡിസൈഡിങ് റോള് ഏത് ഫേസിലാണുള്ളത്? എല്ലാത്തിന്റെയും ഫേസ് 1 അപ്പൊ നമുക്ക് ഈ 2 ഉള്ളത് രണ്ടും കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ 2 ആൻസർ വരില്ല. ഇനി മെറ്റഫേസ് 1 ആണോ ആനഫേസ് 1 ആണോ എന്നുള്ള ക്വസ്റ്റ്യനിലും ഏതായിരിക്കും? നമുക്കറിയാം മെറ്റഫേസ് 1 എന്താണ് നടക്കുന്നത്? ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡ് ചെയ്യാൻ പാകത്തിനൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് ഇക്വിറ്റോറിയൽ പ്ലേറ്റിൽ വന്നെല്ലാം ലൈ ചെയ്യായിരിക്കും നമ്മുടെ ക്രോമസോംസ്. അപ്പൊ അങ്ങനെ ലൈ ചെയ്തെന്ന് വെച്ച് എന്താണ്, അവിടെ പ്രത്യേകിച്ച് സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കാര്യത്തില് ഡിസൈഡിങ് മൂവ്മെന്റോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ആനഫേസ് 1. ഇനി നമുക്ക് ആനഫേസ് 1 നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗാമീറ്റ്സിന് ഡിസൈഡ് ചെയ്യുന്നത് ആനഫേസ് 1 അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ ആനഫേസ് 1 നടക്കുന്നത്? വിച്ച് ഡിസൈഡ്സ് ദി ഫൈനൽ സെൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് അതില് എന്താണ്, ഓരോ സെല്ലും എന്ത് പറ്റും? റിസീവ്സ് ഹാഫ് ദി ക്രോമസോം നമ്പർ. അതായത് 2n ആയിരുന്നു പേരന്റ് സെല്ലില് ആൻഡ് ചേഞ്ചസ് ടു n ഇൻ ഡോട്ടർ സെൽസ്. അതായത് ഡോട്ടർ സെൽസിന് n ആവും. എങ്ങനെ? നമുക്കറിയാം അവര് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് ആനഫേസ് 1 2 ഹോമോലോഗ്സ് ഓഫ് ഈച്ച് ക്രോമസോം പെയർ അവർ വന്ന് മെറ്റഫേസിൽ ഓൾറെഡി മെറ്റഫേസിക് പ്ലേറ്റിൽ വന്ന് അറേഞ്ച് ചെയ്തിരുന്നു. ഇതില് അവർ സ്പ്ലിറ്റ് ചെയ്ത് ദേ മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. അപ്പോ അവര് മൂവ് ചെയ്യുന്നു, അതായത് സെപ്പറേഷൻ നടക്കുന്നു ബിറ്റ്വീൻ ക്രോമസോംസ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ നമ്മുടെ സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡിങ് ഫാക്ടർ നടക്കാണ്, സെപ്പറേഷൻ നടക്കാണ്. ആൻഡ് ബാക്കി എന്താ വന്നിരിക്കുന്നത്? ദീസ് ആർ സെപ്പറേറ്റഡ് ഫർദർ ബൈ ആനഫേസ് 2 wherein sister chromatids of each chromosome separate and move towards opposite poles. ആനഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നു ആൻഡ് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ആനഫേസ് 2 എന്താണ് പറ്റുന്നത്? ആനഫേസ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി മെറ്റഫേസ് 1 or 2 ബിക്കോസ് ഡ്യൂറിംഗ് ദീസ് സ്റ്റേജസ് എന്താണ് നടക്കുന്നത്? ക്രോമസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിഡ്സ് ദേ ജസ്റ്റ് അറേഞ്ച് ദംസെൽവ്സ്. അതായത് ജസ്റ്റ് അറേഞ്ച്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസൈഡിങ് ഫാക്ടർ അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആനഫേസ് 1 ഓഫ് മിയോസിസില് ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് പറ്റുന്നുണ്ട്? നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനടുത്ത് ഫോം ചെയ്ത് അവര് സെപ്പറേറ്റ് ആവുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് മൂവ് ടു ദി ഓപ്പോസിറ്റ് പോൾസ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ ആനഫേസ് 1 ആനഫേസ് 2 എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? ഒരു സെൽ ഉണ്ടായിരുന്നു ആൻഡ് അവിടുത്തെ ക്രോമസോംസ് എങ്ങനെയാണ് മെറ്റഫേസിൽ ഓൾറെഡി അറേഞ്ച് ചെയ്തിരുന്നത്. ഇപ്പൊ സെപ്പറേഷൻ ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ സ്പിൻഡിൽ അപ്പാരറ്റസ് ജസ്റ്റ് ഒരു ക്രോമസോം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 2 കാണിക്കും. ഇനി ഇവിടെ ഇങ്ങനെ ഹോമോലോഗസ് ക്രോമസോംസ് അറേഞ്ച് ചെയ്തിരുന്ന മുമ്പ് ഇപ്പൊ അവരുടെ സെപ്പറേഷൻ നടക്കാണ്. ഇപ്പൊ അവരുടെ സെപ്പറേഷൻ നടന്നു. ഇനി ആനഫേസ് 2 ആക്ച്വലി എന്താണ് നടക്കുന്നത്? ആനഫേസ് 2 സമയത്ത് നമ്മൾ ഓൾറെഡി റിഡക്ഷണൽ ഡിവിഷൻ കഴിഞ്ഞ് 2 സെപ്പറേറ്റ് സെൽസ് ആയി ആൻഡ് സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്തു ആൻഡ് ക്രോമാറ്റിഡ്സ് മറ്റടുത്ത് ഹോമോലോഗസ് ക്രോമസോംസ് ആയിട്ട് ഇവിടെ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് നല്ല മൂവ് എഴുതാം, മൂവ് ടു ദി ഓപ്പോസിറ്റ് പോൾസ്. അതായത് ആനഫേസ് 2 ഇൻസൈഡിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ? ഇതേപോലെ ഈ 2 സ്ട്രക്ചേഴ്സ് സൈഡിൽ വരച്ചു ആൻഡ് സെൻട്രോമിയർ സെപ്പറേഷൻ ഇവിടെ നടക്കാണ്. സെൻട്രോമിയർ സെപ്പറേഷൻ നടന്നാൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റേ താഴത്തെ സെല്ലിലും സെയിം സാധനം തന്നെ നടക്കും. സെൻട്രോമിയർ സെപ്പറേഷൻ ആൻഡ് മൂവ്മെന്റ് ഓഫ് ക്രോമാറ്റിഡ്സ് ടു ദി ഓപ്പോസിറ്റ് പോൾസ്. അപ്പോ ഇതില് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡിങ് ഫാക്ടർ വയ്ക്കുമ്പോൾ ആനഫേസ് 1 പറഞ്ഞോളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിരിക്കുന്നത് മിയോസിസ് അക്കേഴ്സ് ഇൻ ഓർഗാനിസംസ് ഡ്യൂറിങ് ഏത് അവസ്ഥയിലാണ്? അപ്പൊ ഓപ്ഷൻ എ വന്നിരിക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ബോത്ത് സെക്ഷുവൽ ആൻഡ് വെജിറ്റേറ്റീവ് ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമുക്കറിയാം ഒരു എസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ടൈപ്പ് ആണ് ആൻഡ് മോസ്റ്റ്ലി പ്ലാന്റ്സിലാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണുന്നത്. ആൻഡ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ
നമുക്ക് പല രീതിയിലുള്ള മാർക്കാൻഷ്യയിലൊക്കെ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ഇതിലൊന്നും എന്ത് നടക്കുന്നില്ല, നമ്മുടെ ഗ്യാമിറ്റ് ഫോർമേഷനോ ഗ്യാമിറ്റിന്റെ ഫ്യൂഷനോ ലേറ്റർ നടക്കുന്നില്ല. അപ്പൊ ഗ്യാമിറ്റ് ഫോർമേഷനോ ഫ്യൂഷനോ നടക്കേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് മിയോസിസ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മിയോസിന് മെൻഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ സമയത്ത് മിയോസിസ് നടക്കും എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ തെറ്റായി. ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഓബ്വിയസ് ആയിട്ട് പറയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻലി മിയോസിസ് നടക്കാനുള്ള കാരണം നമ്മുടെ ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് രണ്ട് സെൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്, മെയിലും ഫീമെയിൽ ആയിട്ടുള്ള ഗ്യാമിറ്റും. അപ്പോൾ ആ രണ്ട് സെല്ലും ഫ്യൂസ് ചെയ്ത് പുതിയ സെല്ല് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജനറ്റിക് നമ്പർ അല്ലെങ്കിൽ ക്രോമസോം നമ്പർ ആദ്യം പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, അതായത് മിയോസിസ് നടന്നില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ 46 ഫ്യൂസ് ചെയ്ത് ഫൈനലി അതിന്റെ ഡബിൾ ദി നമ്പർ ആയതിനെ നമ്മുടെ ഉണ്ടായിരുന്ന പ്രോജനി വേറെ ഏതോ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയി എന്തെങ്കിലും അബ്നോർമൽ ആയി പോയിനെ. അപ്പൊ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന കുട്ടിയും 46 നിലനിൽക്കാൻ വേണ്ടി ആദ്യമേ ഗ്യാമിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹാഫ് ചെയ്തു, അത് 23 ചെയ്തു, പിന്നെ അവർ ഫ്യൂസ് ചെയ്ത് 46 ഉണ്ടായി. അപ്പോ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ആനഫേസ് 1 ഓഫ് മിയോസിസ് ഏതാണ് നടക്കുന്നത്? ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ്, നോൺ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ്, സിസ്റ്റർ ക്രോമസോം സെപ്പറേറ്റ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ക്രോമസോംസ് സെപ്പറേറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആനഫേസ് 1 ഈ ഡയഗ്രാം ഞാൻ ഇച്ചിരി കൂടെ വരച്ചത്, ഒരു പെയർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്? എങ്ങനെയാണ്? ഒരു ക്രോമസോമിന്റെ ഇങ്ങനെ എടുത്തു നോക്കിയാല് ഇത് രണ്ടുമാണ് എങ്ങനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇവരുടെ സെപ്പറേഷൻ നടക്കണമെങ്കിൽ ഇവര് നടുക്ക് വെച്ച് കട്ടാവണം. ഇങ്ങനെ നടുക്ക് വെച്ച് കട്ടാവുന്നത് ഏതിലാണ്? ആനഫേസ് 2 സെൻട്രോമിയർ ഡിവൈഡ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആനഫേസ് 1 ഇത് നടക്കുന്നില്ല. അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റാച്ച്ഡ് തന്നെയാണ്, പക്ഷെ ഹോമോലോഗസ് ക്രോമസോംസ് ആണ് ഇവിടെ സെപ്പറേറ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ആനഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ്, അതേസമയം സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അറ്റാച്ച്ഡ് അറ്റ് ദെയർ സെൻട്രോമിയേഴ്സ്. പിന്നെ ആൻസർ എന്തായിരിക്കും? ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് വന്ന ഓപ്ഷൻ എ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്തായി? ഓപ്ഷൻ എ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, മൈറ്റോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. മൈറ്റോസിസിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഇനി ഓപ്ഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റിഡക്ഷണൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. റിഡക്ഷൻ ഡിവിഷൻ ആണോ, ഈക്വൽ ഡിവിഷൻ ആണോ, ബോത്ത് റിഡക്ഷൻ ആൻഡ് ഈക്വൽ ഡിവിഷൻ ആണോ, പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണോ? അപ്പൊ നമുക്കറിയാം റിഡക്ഷണൽ ഡിവിഷൻ നടക്കുന്നത് മിയോസിസിലാണ്. ആൻഡ് മിയോസിസിന്റെ 2 ഇക്വേഷണൽ ഡിവിഷൻ, അതായത് ഓൾമോസ്റ്റ് മൈറ്റോസിസ് പോലെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മൈറ്റോസിസിൽ ഏത് നടക്കുന്നില്ല? റിഡക്ഷണൽ ഡിവിഷൻ നടക്കുന്നില്ല. അപ്പോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി, ഈക്വൽ ഡിവിഷൻ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കറിയാം റിഡക്ഷണൽ ഡിവിഷൻ മിയോസിസ് ആണ്, അപ്പൊ അതായിരിക്കില്ല ആൻസർ. ബോത്ത് റിഡക്ഷൻ ആൻഡ് ഈക്വൽ ഡിവിഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നേ ഇല്ല. ഇനി പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസും മിയോസിസിൽ നടക്കുന്ന ഇതാണ്. പെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മിയോസിസിന്റെ സ്റ്റേജസ് പറഞ്ഞിരുന്നു, ഏതോ ഒരു സ്റ്റേജില് പെയറിംഗ് നടക്കുന്നുണ്ട്. ആ സ്റ്റേജ് എന്തായിരുന്നു? സൈഗോട്ടീൻ എന്നാണ് നമ്മൾ കണ്ടത്. ഇനി സൈഗോട്ടീൻ ആണ് പെയറിംഗ് നടക്കുന്നത്, അത് മൈറ്റോസിസ് അല്ല. അതിന്റെ സൊല്യൂഷൻ ജസ്റ്റ് വായിച്ചു നോക്കാം. മൈറ്റോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഈക്വൽ ഡിവിഷൻ ബിക്കോസ് ക്രോമസോം നമ്പേഴ്സ് ഡോട്ടർ സെൽസിലെയും പേരന്റ് സെൽസിലെയും എങ്ങനെ തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. ആൻഡ് നമുക്കറിയാം സൊമാറ്റിക് സെൽസിലൊക്കെ ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മൈറ്റോസിസ് വഴിയാണ്. അപ്പോൾ അവർ ക്രോമസോം നമ്പർ പ്രിസർവ്ഡ് ആയിരിക്കും. ഇനി റിഡക്ഷണൽ ഡിവിഷൻ ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിയോസിസ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ബൈവാലന്റ് ഓഫ് മിയോസിസ് 1 കൺസിസ്റ്റ് ഓഫ്. മിയോസിസ് 1 ബൈവാലന്റ് എടുത്ത് നോക്കിയാൽ അതിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ബൈവാലന്റ് എന്ന് പറയുന്നത് എന്താന്ന് ഫസ്റ്റ് ഞാൻ പറയാം. ബൈവാലന്റിനെ തന്നെ നമ്മൾ വേറൊരു പേര് കൂടി വിളിച്ചിരുന്നു, അതാണ് ടെട്രാഡ്. ഇനി ഈ ബൈവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ട്, നമ്മുടെ പേഡപ്പ് ആയിരുന്ന ഫസ്റ്റ് ഉണ്ടായിരുന്ന ക്രോമസോംസ്, അതിന്റെ ഒരു പെയർ, അതായത് പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഫോംഡ് ബൈ സൈനാപ്സിസ്. അതായത് സൈനാപ്സിനാൽ ഫോം ചെയ്യപ്പെട്ട ഒരു പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഇനി ഈ ബൈവാലന്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഡ്യൂറിങ് സൈഗോട്ടീൻ ഓഫ് പ്രോഫേസ് 1.
ഇനി ഇവരിങ്ങനെ പെയർ അപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എന്ത് പറ്റും? ഹാഫ് ആവും, അല്ലെങ്കിൽ ഹാഫ് ടു ദി നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഡിപ്ലോയിഡ്സ്. അതായത് സൈനാപ്സിസിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പെയറിംഗ് നടക്കുന്നു. അതായത് ഇതാണ് മെറ്റഫേസിക് പ്ലേറ്റിംഗിൽ നമ്മൾ ആനഫേസിൽ പഠിച്ച എന്താ? ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആവുന്നതാണ്. അപ്പൊ ആ സെൻസസ് നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവരിങ്ങനെ പെയർ ചെയ്ത് നിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ്. ഇനി ഇതില് എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതില് എത്ര ക്രോമാറ്റിഡ്സും എത്ര സെൻട്രോമിയറും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതില് 2 സെൻട്രോമിയർ ഉണ്ട്, അത് ക്ലിയർ ആയി നമുക്ക് കാണാം, 1, 2. ഇനി എത്ര ക്രോമാറ്റിഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതില് 4 ക്രോമാറ്റിഡ്സ് ഉണ്ട്. അതെങ്ങനെ? 1, 2, 3, 4 ക്രോമാറ്റിഡ്സ്. അപ്പൊ നമ്മൾ ഒരു ക്രോമസോം മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഒരു സൈഡിലുള്ളത് ഒരു സിസ്റ്ററും മറ്റേ സൈഡിലുള്ള വേറൊരു സിസ്റ്ററും. ഈ ക്രോമസോമിന് 2 ക്രോമാറ്റിഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന് എത്ര ആയിരിക്കും? ടോട്ടൽ 4 ക്രോമാറ്റിഡ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ക്രോമാറ്റിഡ്സും 2 സെൻട്രോമിയറും. ഓപ്ഷൻ സി. അപ്പോ ബൈവാലന്റ് ഡ്യൂറിങ് സൈഗോട്ടീൻ ആണ് ഫോം ചെയ്യപ്പെടുന്നത് ബൈ സൈനാപ്സിസ്. ഇനി ഓരോ ബൈവാലന്റിലും 4 ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. അതായത് 2 ഓഫ് ഈച്ച് ക്രോമസോം. ഇത് ഒരു ക്രോമസോം, ഇതിന്റെ 2 ക്രോമാറ്റിഡ്സ്, രണ്ടാമത്തെ ക്രോമസോമിന്റെ 2 ക്രോമാറ്റിഡ്സ്. ഇനി സെൻട്രോമിയർ ആണ് അറ്റാച്ച് ചെയ്യുന്നത് ടു ദി സ്പിൻഡിൽ ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അങ്ങനെ ഈച്ച് ബൈവാലന്റ് 2 സെൻട്രോമിയേഴ്സ് ഉണ്ടാവും. അപ്പൊ ബൈവാലന്റ് ഓഫ് മിയോസിസ് 1 എടുത്ത് നോക്കിയാൽ 4 ക്രോമാറ്റിഡ്സും 2 സെൻട്രോമിയറും നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് 6th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെൽസ് വിച്ച് ആർ നോട്ട് ഡിവൈഡിങ് ആർ ലൈക്ലി ടു ബി അറ്റ്. അപ്പൊ സെൽസ് ഡിവൈഡ് ചെയ്യാത്തത് എവിടെയായിരിക്കും, ഏത് സ്റ്റേജിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് G1 തന്നിട്ടുണ്ട്, G2 തന്നിട്ടുണ്ട്, G0 തന്നിട്ടുണ്ട്, ആൻഡ് S ഫേസും തന്നിട്ടുണ്ട്. ഇതില് നമ്മൾ പഠിച്ചിരുന്നു ചില സെൽസ് ഡിവൈഡ് ചെയ്യില്ല. അപ്പോ ഡിവൈഡ് ചെയ്യാത്ത സെൽസ് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഡയഗ്രാം വരച്ചപ്പോഴും കണ്ടിരുന്നു. എങ്ങനെ? ഇതാണ് G1, ഇതാണ് M ഫേസ് എങ്കിൽ M ഫേസിന് 2 ഫേസിന്റെ കാരിയോകൈനസിസ്, സൈറ്റോകൈനസിസ്. M ഫേസ് G1 കഴിഞ്ഞിട്ട് S, അത് കഴിഞ്ഞ് G2. ഇതില് ഇത്രയും എന്താണ്? ഇവിടം വരെ, ഈ പോയിന്റ് വരെ ഇന്റർഫേസ് ആണ്. ഇനി ഇതിൽ എന്താ നടക്കുന്നത് വെച്ചാല് G1 കഴിഞ്ഞ് ഡിവൈഡ് ചെയ്യാത്ത സെൽസ് എങ്ങോട്ട് പോകും? ഒരു ക്വിസന്റ് സ്റ്റേജിലേക്ക് പോകും, വിച്ച് ഇസ് കോൾഡ് G0. അപ്പൊ നമ്മള് G1 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു G0 എന്നും കൂടി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഈ G0 ഫേസ് എന്താണ്? ഇറ്റ് ഇസ് എ ക്വിസന്റ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ. അതായത് ഫർദർ G1 കഴിഞ്ഞിട്ട് എസിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്ത സെൽസ് G1 നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ G1 ആണ്. G1 ഫേസിന് എക്സിറ്റ് ചെയ്ത് അവര് എങ്ങോട്ട് പോകുന്നു? ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു, കോൾഡ് ക്വിസന്റ് സ്റ്റേജ്, വിച്ച് ഇസ് G0. ഇനി G0 സ്റ്റേജ് എന്താണ്? എക്സിറ്റ് ഓഫ് സെൽ ഫ്രം സെൽ സൈക്കിൾ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സിറ്റ് ചെയ്തു ദ ഹോൾ സൈക്കിളിൽ നിന്ന് ടു ആൻ ഇനാക്റ്റീവ് സ്റ്റേജ് G0. ഇനി ഈ G0 സെൽസ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? അവർ ഡിസൈഡ് ചെയ്യുന്നു അവർക്ക് ഡിഫറൻഷിയേഷൻ അണ്ടർഗോ ചെയ്യണം. അതായത് ഡിഫറൻസിയേഷൻ അണ്ടർഗോ ചെയ്യാൻ അവർ ജസ്റ്റ് മാറി നിൽക്കുന്നു ഫ്രം ദി ഹോൾ സെൽ സൈക്കിൾ. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കരുത്? മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ G0 സ്റ്റേജ് വയബിൾ ആണ്, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ പ്രോലിഫറേറ്റ് ചെയ്യുന്നില്ല അൺലെസ് നമുക്ക് അത്യാവശ്യം വരുന്നത്, അതായത് ഓർഗാനിസമിന് പെട്ടെന്ന് റിക്വയർമെന്റ് വരികയാണെങ്കിൽ കുറച്ച് പ്രിസർവിൽ വെച്ചിരിക്കുന്ന സെല്ലാണ് എന്ത്? G0 സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ഓരോ സെൽസും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിക്വയർമെന്റ് മാത്രമേ അവര് പ്രോലിഫറേറ്റ് ചെയ്യാൻ പോകുള്ളൂ. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? വിച്ച് ആർ നോട്ട് ഡിവൈഡിങ് ആർ ലൈക്ലി ടു ബി അറ്റ് നമ്മുടെ G0. 7th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവന്റ്സ് ലിസ്റ്റഡ് ബിലോ ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഡ്യൂറിങ് മൈറ്റോസിസ്. മൈറ്റോസിന്റെ സമയത്ത് കാണാത്ത ഈവന്റ്സ് എന്തായിരിക്കും? അപ്പോ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എന്താണ്? ക്രോമാറ്റിൻ കണ്ടൻസേഷൻ. നമുക്കറിയാം പ്രോ ഫേസിൽ ക്രോമാറ്റിൻ
കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അത് വിച്ച് ഇസ് കോമൺ ടു എല്ലാ സൈക്കിളും. അതായത് മിയോസിസ് ആയാലും മൈറ്റോസിസ് ആയാലും ക്രോമാറ്റിൻ കണ്ടൻസേഷൻ നടക്കും. അപ്പോൾ ഇതാണോ നോട്ട് ഒബ്സർവ്ഡ് എന്ന് പറയുന്നത്? അല്ല, ഇത് ഒബ്സർവ്ഡ് ആണ് ഡ്യൂറിങ് മിയോസിസും മൈറ്റോസിസും. ഇനി മൂവ്മെന്റ് ഓഫ് സെൻട്രിയോൾസ് ടു ഓപ്പോസിറ്റ് പോൾസ്, സെൻട്രിയോൾസ് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുന്നതും ഒബ്സർവ്ഡ് ആണ്. അപ്പോൾ നോട്ട് ഒബ്സർവ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ സി, അപ്പിയറൻസ് ഓഫ് ക്രോമസോംസ് വിത്ത് ടു ക്രോമാറ്റിഡ്സ് ജോയിൻ ടുഗെദർ അറ്റ് ദി സെൻട്രോമിയർ. ഇതും എങ്ങനെയാണ്? കോമൺ ആണ് ടു ബോത്ത് മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ഇനി ഓപ്ഷൻ ഡി, ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നമുക്കറിയാം ഏതിന് മാത്രമേ ഉള്ളൂ? ജനറ്റിക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മെക്കാനിസം ആണ് ക്രോസിംഗ് ഓവർ. എവല്യൂഷനിൽ നടക്കുന്നത്. അപ്പോൾ അത് മിയോസിസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ മൈറ്റോസിസ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ക്രോസിംഗ് ഓവർ. ഇനി സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത് ക്രോസിംഗ് ഓവർ occurs in പാക്ടീൻ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് മിയോസിസ് 1 പാക്ടീൻ. ഇനി ക്രോസിംഗ് ഓവറിൽ എന്താണ് നടക്കുന്നത്? ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജീൻസ് ബിറ്റ്വീൻ രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടന്നു ബിറ്റ്വീൻ ടു ഹോമോലോഗസ് ക്രോമസോംസ്. ഇനി ക്രോസിംഗ് ഓവർ എങ്ങനെയാണ്? എൻസൈം മീഡിയേറ്റഡ് ആണ്. ആ എൻസൈമിനെ നമ്മൾ റീകോമ്പിനേഷൻ വിളിച്ചിരുന്നു. ആൻഡ് ക്രോസിംഗ് ഓവർ കാരണം എന്താണ്? റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് ജനറ്റിക് മെറ്റീരിയലിന്റെ ഓൺ ദി ടു ക്രോമസോംസ്. ഇനി എക്സ്ചേഞ്ച് ഓഫ് പറ്റേണൽ ആൻഡ് മെറ്റേണൽ ക്രോമസോം മെറ്റീരിയൽ ഡ്യൂറിങ് പാക്ടീനെയാണ് നമ്മൾ എന്തെന്ന് എക്സാക്ട്ലി വിളിക്കുന്നത്? ക്രോസിംഗ് ഓവർ. അപ്പോൾ അതിന്റെ ആൻസർ ക്രോസിംഗ് ഓവറിന്റെ എക്സാക്ട് ഡെഫിനിഷനും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുക, ഏത് സ്റ്റേജിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മിയോസിസ്. മിയോസിസിനെ പറ്റി തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പോ എന്താണ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് മിയോസിസിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെയറിംഗ് നടക്കുന്നുണ്ട് ഇൻ ദ സൈഗോട്ടീൻ സ്റ്റേജ്. അപ്പോ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ്. നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ എൻഡില് 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ബേസിക് ആണത്. നേരത്തെ ഇവിടെ ഡോട്ട് സെൽസ് 4 ഹാപ്ലോയിഡ് സെൽസ് ആയിരിക്കും. ഇനി അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് നമ്പർ ഓഫ് ക്രോമസോംസ് ആർ റെഡ്യൂസ് ടു ഹാഫ്. അത് എങ്ങനെയാണ്? ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? റിഡക്ഷണൽ ഡിവിഷൻ എന്നാണ് മിയോസിസിനെ വിളിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ റെഡ്യൂസ് ടു ഹാഫ് ആവും. ഇനി 2 cycles ഓഫ് DNA റെപ്ലിക്കേഷൻ occur. എന്താണ്? 2 സൈക്കിൾ നടക്കുന്നുണ്ടോ ഇല്ലയോ? എങ്ങനെയാണ്? മിയോസിസിൽ 2 ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. മിയോസിസ് 1ഉം 2ഉം പറഞ്ഞു. പക്ഷെ DNA റെപ്ലിക്കേഷൻ എത്രയേ ഉള്ളൂ? ഒരു സിംഗിൾ സൈക്കിൾ മാത്രമേ ഉള്ളൂ. സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ. പക്ഷെ 2 നമ്മൾ മെൻഷൻ ചെയ്തത് എന്താണ്? സെൽ ഡിവിഷൻ ആണ്. സെല്ല് 2 തവണ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, phase 1ഉം phase 2 ആയിട്ട്. പക്ഷെ DNA റെപ്ലിക്കേഷൻ എപ്പോഴേ നടക്കുന്നുള്ളൂ? ഒരൊറ്റ തവണയെ നടക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, 2 cycles ഓഫ് DNA റെപ്ലിക്കേഷൻ occur എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, select the correct statement about G1 phase. G1 ഫേസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് G1 ഫേസിലെ മെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. G1 ഫേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലോങ്ഗസ്റ്റ് ഫേസ് ആണ് നമ്മുടെ ഏതിൽ? ഇന്റർഫേസിൽ. അതായത് നമ്മൾ ഡയഗ്രാം വരക്കുമ്പോഴും എങ്ങനെയാണ് വരക്കുന്നത്? ഒന്നാമത് ഏറ്റവും കൂടുതൽ ഇന്റർഫേസ് വരച്ചു. ഇത്രയും ഇന്റർഫേസും ഇത്രയും എം ഫേസും മാത്രമേ വരക്കാൻ പാടുള്ളൂ. ഇനി അതിൽ തന്നെ എങ്ങനെയാണ് ഈ ഹാഫ് നമുക്ക് ഇന്റർഫേസിലുള്ളതിന് ഏറ്റവും നടുക്കാണ് നമ്മൾ ഏതിന്റെ ലൈൻ വരക്കുന്നത്? ഈക്വൽ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് നമ്മൾ ഇത്രയും G1 മാർക്ക് ചെയ്തു ആൻഡ് എസ് ഇത്രയും G2 ഇത്രയും. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം തന്നെ വരക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും ലോങ്ഗസ്റ്റ് ഫേസ് ഏതാണ്? ഇത്രയും കവർ ചെയ്യുന്ന G1 ഫേസ്. ഇനി ഇന്റർഫേസിലും എം ഫേസിലും ലോങ്ഗസ്റ്റ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏതാണ്? നമ്മുടെ ഇന്റർഫേസ് ആണ് 95% ഓഫ് സെൽ ഡിവിഷൻ ടൈമും കവർ ചെയ്യുന്നത്. അപ്പൊ ലോങ്ഗസ്റ്റ് അതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് G1 ഫേസിനെ പറ്റിയാണ്. അപ്പോ G1 ഫേസിന്റെ പ്രത്യേകതകൾ, അത് ലോങ്ഗസ്റ്റ് ഫേസ് ആണ്. ആൻഡ് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? മെയിൻലി പ്രോട്ടീനും RNA സിന്തസിസും നടക്കുന്നുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സെപ്ഷൻ ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻ എവിടെ നടക്കുന്നില്ല? ഹിസ്റ്റോൺ പ്രോട്ടീന്റെ
ഡ്യൂപ്ലിക്കേഷൻ ഏതിന്റെ കൂടെയാണ് നടക്കുന്നത്? നമ്മുടെ DNA റെപ്ലിക്കേഷന്റെ കൂടെ S ഫേസിലാണ് നടക്കുന്നത്. അപ്പോ അത് ബ്രാക്കറ്റിൽ എഴുതാം, എക്സെപ്റ്റ് ഹിസ്റ്റോൺ ആൻഡ് ട്യൂബുലിൻ. ഇവ രണ്ടുപേരും വെച്ച് ബാക്കി എല്ലാ പ്രോട്ടീനും RNAയും G1 ഫേസിൽ സിന്തസൈസ്ഡ് ആവുന്നുണ്ട്. ഇനി ഇത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? S ഫേസിലാണ് അലോങ് വിത്ത് DNA റെപ്ലിക്കേഷൻ ഹിസ്റ്റോൺ റെപ്ലിക്കേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സിന്തസിസ് നടക്കുന്നത്. ഇനി പ്രോട്ടീൻ ആക്കി RNA ആക്കി ഇനി അമിനോ ആസിഡ് സിന്തസിസ് നടക്കുന്നു. ഇനി ഇതിന്റെ കൂടെ എന്ത് മാക്സിമം സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ഇതിനും അഗൈൻ എക്സെപ്ഷൻ ഉണ്ട്. ഏത്? നമ്മുടെ സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി. എക്സെപ്റ്റ് മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി എവിടെ നടക്കുന്നില്ല? നമ്മുടെ G1 നടക്കുന്നില്ല. ഇവര് പിന്നെ ഏതിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? G2 ഫേസിലാണ്. ഇതിൽ തന്നെ മൈറ്റോകോൺഡ്രിയം, ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാണ്? സെമി ഓട്ടോണോമസ് ആണ്. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്? DNA ഉണ്ട്. അപ്പൊ സെമി ഓട്ടോണോമസ് ഓർഗനൽസിന്റെ എന്താണ് നടക്കുന്നത്? ഇവരുടെ ഇതും അലോങ് വിത്ത് ഗോൾജി എവിടെയാണ് നടക്കുന്നത്? G2 ഫേസിലാണ് നടക്കുന്നത്. ട്യൂബുലിൻ ഇവിടെ ഞാൻ പറഞ്ഞു എക്സെപ്റ്റ് ഹിസ്റ്റോൺ ആൻഡ് ട്യൂബുലിൻ. ഹിസ്റ്റോൺ S ഫേസിലാണ് നമ്മൾ പറഞ്ഞു. ട്യൂബുലിൻ പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നത് G2 ഫേസിലാണ്. ഈ എക്സെപ്ഷൻസ് നോട്ട് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ G2 നമ്മുടെ ട്യൂബുലിൻ ഉണ്ടായി, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾജി ഇത്രയും സാധനങ്ങൾ ഉണ്ടായി. ആൻഡ് ഹിസ്റ്റോൺ S ഫേസ് ഉണ്ടായി. ഇത് കൂടാണ്ട് ബാക്കിയുള്ള എല്ലാ ഓർഗനലും ബാക്കിയുള്ള എല്ലാ പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ G1 ഫേസിലാണ്. ഇനി ഇത് കൂടാണ്ട് എന്ത്? നെക്സ്റ്റ് ATP സിന്തസിസും നമ്മുടെ G1 ഫേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസം ഇൻക്രീസും ചെയ്യുന്നത് G1 ഫേസിലാണ്. സൈറ്റോപ്ലാസം ഇൻക്രീസ് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും പോയിന്റ്സ് G1 ഫേസിനെ പറ്റി എന്തായാലും മസ്റ്റ് നോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് G1. സെൽ ഇസ് മെറ്റബോളിക്കലി ഇനാക്റ്റീവ്. എങ്ങനെയാണ് ഇനാക്റ്റീവ് എന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല? കാരണം സെൽ ഡിവിഷനിൽ നടക്കുന്ന ഓരോ സെല്ലും മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഈവൻ ഇഫ് എ സെൽ ക്വിറ്റ്സ് G1 അല്ലെങ്കിൽ എക്സിറ്റ്സ് G1 ആൻഡ് ഗോസ് ഫോർ G0 ക്വിസന്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ ക്വിസന്റ് സ്റ്റേജിൽ ഇരിക്കുന്ന സെല്ല് പോലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. ദേ ഡിസൈഡ് ഫോർ ഡിഫറൻസിയേഷൻ ലേറ്റർ. അവര് എക്സിറ്റ് ചെയ്തു, പക്ഷെ അവരുടെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റി പ്രസന്റ് ആണ്, മെറ്റബോളിക്കലി ഇനാക്റ്റീവ് അല്ല. അപ്പൊ അങ്ങനെ G0 ഇരിക്കുന്ന സെല്ല് പോലും മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെങ്കിൽ G1 ഫേസിൽ നമുക്ക് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ്? അത് കറക്റ്റ് അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി DNA ഇൻ ദ സെൽ ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് സിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ S ഫേസിലാണ്. അലോങ് വിത്ത് S ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോൺ പ്രോട്ടീന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തും ആൻഡ് നമ്മുടെ സെൻട്രിയോളുടെ ഡ്യൂപ്ലിക്കേഷനും. 3 കാര്യങ്ങൾ S ഫേസിൽ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടെ. S ഫേസിൽ എന്ത് നടന്നു? DNA റെപ്ലിക്കേഷൻ വിത്തിൻ ന്യൂക്ലിയസ്. അതുകൂടാണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഫൈനലി സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ S ഫേസിലാണ് നടക്കുന്നത്. അപ്പോ DNA ഇൻ ദ സെൽ ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഫേസ് ഓഫ് സിന്തസിസ് ഓഫ് മാക്രോ മോളിക്യൂൾസ്. അതെങ്ങനെയാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇറ്റ് ഇസ് എ ഫേസ് ഓഫ് സിന്തസിസ് ഓഫ് മാക്രോ മോളിക്യൂൾ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്, RNA സിന്തസിസ് നടക്കുന്നുണ്ട്, ഇത്രയും സാധനങ്ങൾ നടക്കുന്നു. ഇവരൊക്കെ എന്താണ്? മാക്രോ മോളിക്യൂൾ ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ ഫേസ് ഓഫ് സിന്തസിസ് ഓഫ് മാക്രോ മോളിക്യൂൾസ്. ഓപ്ഷൻ ഡി പറഞ്ഞ സെൽ സ്റ്റോപ്സ് ഗ്രോയിങ്. അങ്ങനെ സ്റ്റോപ്പ് ഒന്നും നടക്കുന്നില്ല, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, കണ്ടിന്യൂസ്ലി ഗ്രോവും ചെയ്യുന്നുണ്ട്. അപ്പം ഇതും സ്റ്റോപ്പ് എന്ന് പറയുന്ന സാധനം തെറ്റാണ്. അപ്പോ സൊല്യൂഷൻ നോക്കാണ്. ഡ്യൂറിങ് G1 ഫേസ് ദ സെൽ ഇസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ്ലി ഗ്രോസ്. പക്ഷെ അവര് റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ബട്ട് പ്രോട്ടീൻസ് ആൻഡ് RNA ആർ സിന്തസൈസ്. അതിന്റെ എക്സെപ്ഷൻ ഞാൻ ഒന്നും കൂടി നോട്ട് ചെയ്യാൻ പറയാണ്. അത് നോട്ട് ചെയ്തോളാം. ഹിസ്റ്റോണും ട്യൂബുലിനും. ഹിസ്റ്റോൺ S ഫേസിലാണ്, ട്യൂബുലിൻ G2 ഫേസിലാണ്. ഓർഗനൽ ഡ്യൂപ്ലിക്കേഷൻ എല്ലാം G1 എക്സെപ്റ്റ് മൈറ്റോ, സൈറ്റോ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ്
ഏത് ഗോൾജി ബോഡീസ് വിച്ച് ഇസ് ഇൻ G2 phase. ഇതിലെ 10th ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു 2 മിനിറ്റ് ബ്രേക്ക്. നമ്മുടെ എന്ത് കംപ്ലീറ്റ് ചെയ്തു? MCQs കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മൾ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നിർത്തി എവിടുന്നായിരുന്നു? സെൽ സൈക്കിൾ ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. സെൽ ഡിവിഷന്റെ മേജർ ഫേസസ് പറഞ്ഞിരുന്നു. ആൻഡ് ഇതില് ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ആണ്. എം ഫേസിനെ നമ്മൾ മോണോമാറ്റിക് ഫേസ് എന്ന് വിളിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ ഗാമറ്റോജനസിന്റെ സമയത്ത് എങ്ങനെ മദറിൽ നിന്ന് ഗാമറ്റ് ഉണ്ടാവുന്നു, ഫാദറിൽ നിന്ന് ഗാമറ്റ് ഉണ്ടാവുന്നു, ആൻഡ് അവർ ഫ്യൂസ് ചെയ്ത് ഒരു 2n അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. ഇനി ഈ ചാപ്റ്ററിൽ മറ്റൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? എസ് ഫേസിൽ എങ്ങനെയാണ് എസ് ഫേസില് നമ്മളോട് ക്രോമസോം നമ്പറും DNA കണ്ടന്റും വെച്ച് ചോദിക്കും. അതെങ്ങനെയാണ് പറയുന്നത്? നമുക്ക് 2 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബിഫോർ എസ് ഫേസ്. ബിഫോർ എസ് ഫേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ്? 23 pairs ഓഫ് ക്രോമസോംസ് ആണ് കാണാൻ പറ്റുക. ആൻഡ് ഇതെങ്ങനെയാണ്? ഡ്യൂറിങ് എസ് ഫേസ് ആണ് ഈ ആരോ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ എസ് ഫേസ് ആണ് താഴെയുള്ള സാധനം പറയുന്നത്. അപ്പോ എസ് ഫേസിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? ബിഫോർ എസ് ഫേസ് 23 pairs ആയിരുന്നു. ഇനി എസ് ഫേസിന്റെ സമയത്ത് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. അപ്പൊ എങ്ങനെ പറ്റും? ഫോർ എക്സാമ്പിൾ ഒരു ക്രോമാറ്റിഡ് എടുത്തു നോക്കാം. ഇതാണ് എന്ത്? ഒരു ക്രോമാറ്റിഡ്. ഇനി ഒരു ക്രോമാറ്റിഡിൽ ഫോർ എക്സാമ്പിൾ 20 പൈക്കോഗ്രാം DNA കണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എസ് ഫേസ് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് പറ്റും? ആഫ്റ്റർ എസ് ഫേസ് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് DNA കണ്ടന്റ് ഡബിൾഡ് ആവുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ DNAയുടെ കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എക്സാക്ട്ലി ചോദിക്കുന്നത് നമുക്ക് ഡബിൾഡ് ആയി എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇതിന് എന്ത് പറ്റുന്നു? ഇത് 2 ക്രോമാറ്റിഡ്സും ആവുന്നു. ഇവിടെ ഈ ഒരു ക്രോമാറ്റിഡ് ഉള്ള സമയത്ത് ടോട്ടൽ ക്രോമസോംസ് എത്ര തന്നെയാണ്? 46 ആണ്. ആൻഡ് ഇവിടുത്തെ ടോട്ടൽ ക്രോമാറ്റിഡും എത്ര തന്നെയാണ്? 46 ആണ്. ആൻഡ് 2 ക്രോമാറ്റിഡ്സ് ആയി. ഇതില് നമ്മൾ ഇത് 2 ക്രോമാറ്റിഡ്സ് ആയി. ആൻഡ് ടോട്ടൽ ക്രോമസോംസിന്റെ എണ്ണം പറയുമ്പോൾ അപ്പോഴും എന്ത് തന്നെയായിരിക്കും? 46 തന്നെയായിരിക്കും. ക്രോമസോംസിന്റെ നമ്പർ മാറുന്നില്ല. കാരണം ഇവിടെ തന്നെ ഒരു എക്സ്ട്രാ സാധനം വന്ന് ജോയിൻ ചെയ്യാണ് ചെയ്തത്. അല്ലാണ്ട് ക്രോമസോംസിന്റെ നമ്പർ മാറിയിട്ടില്ല. അപ്പൊ ക്രോമസോംസിന്റെ നമ്പർ എപ്പോഴും ഇതിനെ ഒന്നെന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ ഒന്നും തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ നമ്പർ മാറിയിട്ടില്ല. പക്ഷെ DNA കണ്ടന്റ് എങ്ങനെയാണ്? DNA കണ്ടന്റ് ഡബിൾഡ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ 46 ക്രോമസോമിൽ ഈച്ച് ക്രോമസോം എങ്ങനെയായിരിക്കും? വിത്ത് 2 ക്രോമാറ്റിഡ്സ്. ഇത്രയും കാര്യം ബേസിക്കലി അറിഞ്ഞിരിക്കണം. എസ് ഫേസിന് മുമ്പ് എസ് ഫേസിന് ശേഷവും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇനി MCQ ഞാൻ റെഡിൽ എഴുതി വെക്കാം. എങ്ങനെ? ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. പക്ഷെ നമ്മുടെ DNA കണ്ടന്റ് എങ്ങനെയാണ്? ഡബിൾഡ് ആവുന്നുണ്ട്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഈ പേജിലുള്ള എല്ലാ സാധനങ്ങളും ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കുക. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ വന്നാണ്. ഇത് എക്സാക്ട് നമ്പർ ഒന്നല്ല, ജസ്റ്റ് ഡബിൾഡ് ആവുന്നുണ്ടെന്ന് കാണിക്കാൻ മൊത്തം. ഇനി നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലേക്ക് പോകാം. പിന്നെ അടുത്ത എസ് ഫേസ് പോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം. അതായത് പ്രത്യേകിച്ച് മിയോസിസില് ഞാൻ ജസ്റ്റ് സൈഡിൽ എഴുതാം. എന്താണ്? ലെപ്റ്റോട്ടീൻ, ഇതൊക്കെ പ്രോഫേസിന്റെ സ്റ്റേജസ് ആണ് മിയോസിസ്. സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇനി ഇതിൽ ഓരോന്നിലും എന്താണ് നടക്കുന്നത്? ലെപ്റ്റോട്ടീനില് ക്രോമസോമൽ കണ്ടൻസേഷൻ. ജസ്റ്റ് കണ്ടൻസേഷൻ എഴുതാം.
ഇനി സൈഗോട്ടിന് നമുക്കറിയാം പെയറിംഗ് ആൻഡ് സൈനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോർമേഷൻ. ബാക്ടീനില് ക്രോസിംഗ് ഓവർ. ഇനി ഡിപ്ലോട്ടീനിൽ എന്താണ്? ഇവിടെ ഉണ്ടായ സിനാപ്റ്റോനീമൽ കോംപ്ലെക്സിന്റെ ഡിസൊല്യൂഷൻ. ഫൈനലി ഡയാകൈനസിന്റെ ടെർമിനേഷൻ ഓഫ് കയാസ്മേറ്റ. ഇനി കയാസ്മേറ്റ് എന്താന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നമ്മുടെ ഡിപ്ലോട്ടീൻ സ്റ്റേജ് ആകുമ്പോൾ ഡിസൊല്യൂഷൻ നടന്നു സൈനാപ്റ്റോനീമൽ കോംപ്ലെക്സിന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ട്, അതായത് ബൈവാലൻസ് ആയിരുന്നു. ഈ ബൈവാലൻസ് സെപ്പറേറ്റ് അറ്റ് ദി നമ്മുടെ ബൈവാലൻസ് ഓൾറെഡി പെയർഡ് അപ്പ് ആയിരുന്നു. ആൻഡ് ഇവരെങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നു ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസ് ഓവർ. അങ്ങനെ അവര് എല്ലായിടത്തും സെപ്പറേറ്റ് ആയി എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസ് ഓവർ. ആ എച്ച് ഷേപ്ഡ് സ്ട്രക്ചർ, അതായത് ഫോംഡ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസ് ഓവർ വിച്ച് ഹാസൻഡ് യെറ്റ് സെപ്പറേറ്റഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കയാസ്മേറ്റ. അതായത് ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതും ഇത് എന്താണ്? രണ്ട് ക്രോമസോംസ് ആണ്. ഇവര് ക്രോസ് ഓവറിന് വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയായിരുന്നു ഇവര് ഇങ്ങനെ വന്ന് സൈനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോർമേഷൻ ഒക്കെ നടത്തും ഹോമോലോഗസ് ക്രോമസോമിന്റെ. അത് കഴിഞ്ഞ് ഇവര് എക്സ്ചേഞ്ച് ചെയ്യും ജനറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം ഇവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം. അപ്പോ ഇത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ഇതിനൊരു ചെറിയ പേർപ്പിൾ പാർട്ട്, അതായത് രണ്ടാമത്തെ ക്രോമസോമിന്റെ പാർട്ട് കിട്ടും. ആൻഡ് രണ്ടാമത്തെ ക്രോമസോമിന് എങ്ങനെയാണ്? ചെറിയൊരു ബ്ലൂ പാർട്ടും കിട്ടും. ഇനി ഇവര് ആദ്യം ഹോമോലോഗസ് ക്രോമസോംസ്, അതായത് രണ്ട് ക്രോമസോംസ്, ഇങ്ങനെ ഉണ്ടായ രണ്ട് ക്രോമസോംസ് കംപ്ലീറ്റ്ലി എങ്ങനെയായിരുന്നു? അവര് സൈനാപ്റ്റോനീമൽ കോംപ്ലെക്സ് ഫോം ചെയ്തിരുന്നു. ഇങ്ങനെ 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 കംപ്ലീറ്റ്ലി അപ്പോസ് ടു ഈച്ച് അതർ ആവും. അതായത് ഒന്നിന്റെ മേലെ ഒന്നുപോലെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ആൻഡ് ഈ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടന്നു കഴിയുമ്പോൾ ഇവര് കംപ്ലീറ്റ്ലി അപ്പോസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവര് ഇങ്ങനെ ഫോം ചെയ്യുന്നു എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസ് ഓവർ. ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവർ ഓൾറെഡി സെപ്പറേറ്റ് ആയി. ഇങ്ങനെ സെപ്പറേറ്റ് ആയി എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസ് ഓവർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കയാസ്മേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കാം, ഓരോ സ്റ്റേജിൽ എന്താ നടക്കുന്നത്. നമുക്ക് വെരി ഷോർട്ട് ആൻസർ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ എ പ്രോകറിയോട്ട് ആൻഡ് എ യൂകറിയോട്ട് ആൻഡ് എ യൂകറിയോട്ട് വിച്ച് സെൽ ഹാസ് എ ഷോർട്ടർ സെൽ ഡിവിഷൻ. ഏതാണ് സെൽ ഡിവിഷൻ കുറവ്? അപ്പൊ പ്രോകറിയോട്ടിനാണ് ജനറലി നമ്മൾ ഇത് എൻസൈഡിൽ കൊടുത്ത ഫാക്ട് ആണ്. എങ്ങനെ? പ്രോകറിയോട്ടിനാണ് ഷോർട്ടർ സെൽ ഡിവിഷൻ. ഇനി എക്സാമ്പിളും പറഞ്ഞിരുന്നു, ഈ കൊളൈന് എങ്ങനെയാണ് ഡിവിഷൻ ടൈം? ഓൾമോസ്റ്റ് 20 minutes ആണ്. അത് വെച്ച് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും എങ്ങനെ പ്രോകറിയോട്സിനാണ് ജനറലി ഏത് സെൽ ഡിവിഷൻ ടൈം കുറവ്. കാരണം എന്താ? വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല പ്രോകറിയോട്സിന്, അങ്ങനെ മെംബ്രെയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പെട്ടെന്ന് കാര്യം തീരും, നമുക്ക് ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫേസസ് ഓഫ് സെൽ സൈക്കിൾ ഇസ് ഓഫ് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ? ഏത് സെല്ലിനാണ്, ഏത് ഫേസിലാണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ആൻസർ? ഇന്റർഫേസ്. നമുക്കറിയാം 95% ഇന്റർഫേസ് ആണ്. ഇനി ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തും കൂടി ആഡ് ചെയ്യാം അതിന്. ഇന്റർഫേസ് ഇസ് ദ ലോങ്സ്റ്റ് ഫേസ് ഓഫ് സെൽ ഡിവിഷൻ. ഇനി ഈ ഇന്റർഫേസിൽ G1 ആണ് എസിനെയും G2നെയും കാട്ടിയും ലോങ്സ്റ്റ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഡ്രമാറ്റിക് ഫേസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഏത് എഴുതിയേനെ? എം ഫേസ്, വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അറൌണ്ട് 5%. ഇന്റർഫേസ് ലോങ് ആവാൻ കാരണം ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അറൌണ്ട് 95%. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഫാക്ച്വൽ ആണ്. നെയിം എ സ്റ്റെയിൻ കോമൺലി യൂസ് ടു കളർ ക്രോമസോംസ്. ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്ററിലും ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതിൽ നമ്മൾ പഠിച്ചിരുന്നു ഏതെങ്കിലും രണ്ട് സ്റ്റെയിൻ എഴുതി വെക്കാം. ആസിറ്റോ കാർബൺ ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. ജിഎംസ ഇതിന് ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ ബേസിക് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ക്രോമസോമിനെ കളർ ചെയ്യാൻ ഉപയോഗിക്കാം. കളർ ചെയ്യാനല്ല, സ്റ്റെയിൻ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടിഷ്യൂ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എക്സിബിറ്റ്സ് മിയോസിസ്? മിയോസിസിൽ കാണുന്ന ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും പ്രോപ്പർ, അതായത് സ്പെസിഫിക് ടിഷ്യൂ ഏതാണ്? അപ്പൊ നമുക്ക് എന്തറിയാം? മിയോസിസ് റിഡക്ഷണൽ ഡിവിഷൻ ആണ്. ആൻഡ് അത് മെയിൻലി നടക്കുന്നത് എവിടെയാണ്? ജേം സെൽസിൽ അല്ലെങ്കിൽ സെക്സ് സെൽസ് ഓഫ്
മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസ് ഇതിന്റെ പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും. ഇനി നമുക്ക് എന്തെന്ന് പറയാം, അതിനെ നമുക്ക് ഗൊണാഡ്സ് എന്ന് പറയാം. ഗൊണാഡ്സ് അതായത് ടെസ്റ്റിസ് ആൻഡ് ഓവറി ഇൻ ആനിമൽസും സ്പോറാഞ്ചിയം ഇൻ പ്ലാന്റ്സ്, ഇവരാണ് എന്ത് നടക്കുന്നത്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്തുണ്ടാവുന്നത്, മെയിലും ഫീമെയിലും ഗാമറ്റ് ഫോർമേഷൻ നടന്നു ആൻഡ് ടേക്സ് പാർട്ട് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവര് അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, മിയോസിസ് അഥവാ റിഡക്ഷൻ ആൻഡ് ഡിവിഷൻ കാണിക്കുന്നു. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, given that the average duplication time of E. coli is 20 minutes, how much time will it take to become 32 cells? അപ്പൊ 2 സെൽസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തറിയാം, 2 സെൽ ഡബിൾഡ് ആവും, 4 ആവും. എത്ര, ഒരു സെൽ ഡിവിഷൻ കഴിയുമ്പോൾ 4 സെൽസ് 8 ആവും സെക്കൻഡ് സെൽ ഡിവിഷൻ കഴിയുമ്പോൾ. ഇനി 8 ഡബിൾ ആയി 16 ആയി തേർഡ് സെൽ ഡിവിഷൻ കഴിയുമ്പോൾ. ഇനി ഫോർത്ത് സെൽ ഡിവിഷൻ കഴിയുമ്പോൾ ഇത് 32 ആയി. ഇനി ഇതിന് എത്ര സമയമാണ് എടുക്കുന്നതെന്നാണ്. അപ്പൊ 2ൽ നിന്ന് 32 ആവണമെങ്കിൽ എത്ര സെൽസ്, അതായത് എത്ര സൈക്കിൾ അണ്ടർഗോ ചെയ്യണമെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഈസിയസ്റ്റ് വേ എന്താന്ന് വെച്ചാല് ഒരു ഫോർമുല ഉണ്ട്, 2n ഈക്വൽസ് നമുക്ക് എത്ര ഫൈനൽ സെൽസ് ഫോം ചെയ്യുന്നു നമുക്ക് എഴുതാം. അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമുക്ക് ഇങ്ങനെ ഡയറക്ട്ലി വരച്ചു നോക്കാം. എങ്ങനെ, 1 കഴിഞ്ഞാൽ 4 ആയി, 4 കഴിഞ്ഞാൽ 8 ആയി, 8 16 ആയി, 16 കഴിഞ്ഞാൽ 32 ആയി. അപ്പൊ ഇവിടെ 4 സൈക്കിൾസ് ഓഫ് സെൽ ഡിവിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ 4 സെൽ സൈക്കിൾ അണ്ടർഗോ ചെയ്തു ടു ഫോം 32 സെൽസ്. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഒരു സൈക്കിളിന് 20 മിനിറ്റ്സ് ആണ്. അപ്പോ 4 സൈക്കിളിന് എത്രയായിരിക്കും, 4 × 20 ഇത് എത്രയായിരിക്കും, 80 മിനിറ്റ്സ് എടുക്കും. അപ്പൊ 80 മിനിറ്റ്സ് എടുക്കുമ്പോഴാണ് എങ്ങനെ 4 സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്, ഫോർമേഷൻ ഓഫ് 32 സെൽസ് കിട്ടുന്നത്. ഇനി ഒരു സെല്ല് ആയിരുന്നെങ്കിൽ നമുക്ക് മറ്റേ ഫോർമുല എടുക്കാൻ 2n. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താ, ആദ്യം തന്നെ എടുത്തപ്പോൾ നമുക്ക് 2 സെൽസ് ഉണ്ടായിരുന്നു. അതായത് 1 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരു സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഒരു സെല്ല് എടുത്തു, അത് ഒരു സൈക്കിൾ കഴിഞ്ഞ് എന്തായി, 2 സെല്ലായി. ഇനി അത് സെക്കൻഡ് സൈക്കിൾ കഴിയുമ്പോൾ 4 സെല്ല്, പിന്നെ 8, പിന്നെ 16, പിന്നെ 32 ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ് വിത്ത് 1 സെൽ ആയിരുന്നെങ്കിൽ നമുക്ക് 2n ഈക്വൽസ് ഫൈനൽ എത്ര, 32. അപ്പൊ നമുക്ക് എന്താ അറിയാം, 2 എത്രയാണ് 32, n എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 5 സൈക്കിൾസ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയാം. അപ്പോ 5 സൈക്കിൾസ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5 × 20 100 നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇത് ഇവിടെ എടുക്കേണ്ടാത്ത കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ഓൾറെഡി 2 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഈ 2n ഈക്വൽസ് എത്ര ഫോംഡ് ആയി എന്നുള്ളത് എടുക്കണമെങ്കിൽ നമ്മൾ ഒരൊറ്റ സെല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോമില് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയത്. കാരണം 2⁵ എന്ന് കിട്ടിയാണ്, അപ്പൊ 5 × 20 100 എന്ന് കിട്ടിയാണ്. പക്ഷെ ഇവിടെ എന്താണ് 80 ആണ് ആൻസർ. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി which part of the human body should one use to demonstrate stages in mitosis? മൈറ്റോസിന്റെ സ്റ്റേജസ് നമുക്ക് കാണിക്കണമെങ്കിൽ ഏത് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി വെച്ചാണ് കാണിക്കാൻ പറ്റുക. ഇപ്പോ ഇൻ കേസ് ഇത് മിയോസിസ് ആണ്, നിങ്ങൾക്കറിയാം റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഗൊണാഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൊറാഞ്ചിയം മറ്റോ എടുത്ത് നോക്കിയാൽ നമുക്ക് മിയോസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ ഇതേ സമയം മൈറ്റോസിസ് എവിടെയാണ്, എല്ലാ സൊമാറ്റിക് സെൽസ്, എല്ലാ സെൽസും ഇൻ ദി ഹ്യൂമൻ ബോഡി, അതായത് എല്ലാ സെൽസും എക്സെപ്റ്റ് ടെർമിനൽ സെൽസ്, അവിടെ മൈറ്റോസിസ് കാണാൻ പറ്റും. അപ്പൊ ഈ സൊമാറ്റിക് സെൽസ് എവിടെയെങ്കിലും നെയിൽ ബേസിൽ ഏതെങ്കിലും സെല്ലോ അങ്ങനെ ഏത് സെല്ലോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏത് പറയാൻ പറ്റും, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദീസ് ക്യാൻ ബി യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് മൈറ്റോസിസ്. ഇനി 7th ക്വസ്റ്റ്യൻ, വാട്ട് ആട്രിബ്യൂട്ട്സ് ഡസ് എ ക്രോമാറ്റിഡ് റിക്വയർ ടു ബി ക്ലാസിഫൈഡ് ആസ് എ ക്രോമസോം? അപ്പൊ ഒരു ക്രോമാറ്റിഡിന് ക്രോമസോം ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ റിക്വയർമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ക്രോമാറ്റിഡ് ക്രോമസോം ആവണമെങ്കിൽ 2 ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വേണം, ആൻഡ് ദേ ഷുഡ് ബി അറ്റാച്ച്ഡ് അറ്റ് സെന്റർ ബൈ സെൻട്രോമിയർ. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരു ക്രോമസോമിന് എത്ര സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും 4 എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് സ്ട്രക്ചർ. ഇത് 2 ക്രോമാറ്റിഡ്സ്
are joined at centromere to form എന്ത് ഒരു ക്രോമസോം. രണ്ട് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വേണം. ഈ സ്ട്രക്ചർ എന്ന് ഇത് എത്ര നമ്പർ ഓഫ് ക്രോമസോം ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്രോമസോം എന്ന് പറയാം. ഇത് എത്ര നമ്പർ ഓഫ് ക്രോമാറ്റിഡ്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ക്രോമാറ്റിഡ്സ് ആണ് പറയേണ്ടി വരും. രണ്ട് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റാച്ച്ഡ് അറ്റ് ദി സെന്റർ ബൈ സെൻട്രോമിയറിനെയാണ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. The diagram shows a bivalent at prophase 1 of meiosis. Which of the 4 chromatids can cross over? അപ്പൊ ക്രോമാറ്റിഡ്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു സൈഡില് ഹോൾ ലെങ്ത് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിലൊരു ബൈവാലന്റ് ആണ് കാണിക്കുന്നത്. ഡയഗ്രത്തിൽ നിന്ന് ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ബൈവാലന്റ് ആണെന്ന് കാണിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ബൈവാലന്റ് എന്താന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എന്തായിരുന്നു? ഇത്രയും സാധനത്തിനാണ് ഒരു ബൈവാലന്റ് എന്ന് പറയുന്നത്. ഈ ബൈവാലന്റ് എന്താണ്? 2 സെൻട്രോമിയർ ഉണ്ട് ആൻഡ് അതിന്റെ കൂടെ തന്നെ 4 ക്രോമാറ്റിഡ്സും ഉണ്ട്. ഇതില് ക്രോസ് ഓവർ നടക്കുന്നത് എവിടെയായിരിക്കണം? നമുക്കറിയാം ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ പെയർ ചെയ്തിരിക്കുന്ന ഇതൊരു ഹോമോലോഗസ് ക്രോമസോം, ഇത് രണ്ടാമത്തെ ഹോമോലോഗസ് ക്രോമസോം. അപ്പോ ഇതിന് ഇനി സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് എങ്ങനെയാവുന്നത്? നമ്മുടെ ക്രോസ് ഓവർ നടക്കുന്നത്. അപ്പൊ ഇതിന് ആൻസർ എന്തുവരും? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് ക്രോസ് ഓവർ ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി അതിന്റെ ആൻസർ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. കാരണം എന്താണ് ക്രോസ് ഓവർ നടക്കുന്നത്? ഇത് ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്, ഇത് സെക്കൻഡ് സിസ്റ്റർ ക്രോമാറ്റിഡ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലല്ല ക്രോസ് ഓവർ നടക്കുന്നത്. ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ വെച്ചാൽ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഫ്രം 1 ക്രോമസോം ആൻഡ് സെക്കൻഡ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫ്രം സെക്കൻഡ് ക്രോമസോം. അതായത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ഹോമോലോഗസ് ക്രോമസോംസിന്റെ ക്രോസ് ഓവർ നടത്തുന്നത്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? ക്രോസ് ഓവർ ചെയ്യുന്നത്. കാരണം സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓൾറെഡി ഐഡന്റിക്കൽ ആണ്. അവർ ക്രോസ് ഓവർ ചെയ്ത് ഇനി പുതിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ വേരിയേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ ക്രോസ് ഓവർ ചെയ്യണം. മറ്റേ ഡയഗ്രത്തിൽ ഞാൻ ഇതന്നെയാണ് വന്നത്. എങ്ങനെ? ഒരു കളർഫുൾ ഡയഗ്രം ഞാൻ വരച്ചിരുന്നു. എങ്ങനെ? ഇതൊരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്, ഇത് രണ്ടാമത്തെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്. ഇവരാണ് ക്രോസ് ഓവർ ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ. അതിന്റെ അപ്പൊ ആൻസർ ഒന്നുകൂടി കൺഫേം ചെയ്യുക. എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ക്രോസ് ഓവർ ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ. If a tissue has at a given time 1024 cells, how many cycles of mitosis had the original parental single cell undergone? ഇവിടെ നമുക്ക് സിംഗിൾ സെൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ 2n equals total number of cells എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതില്? മറ്റേ ക്വസ്റ്റ്യനില് സ്റ്റാർട്ടിങ് വിത്ത് 2 ആയിരുന്നു, അതായത് സിംഗിൾ സെൽ ആയിരുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ 2n എന്ന് പറഞ്ഞ ഫോർമുല ആപ്ലിക്കബിൾ അല്ല. 2n equals 1024. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എത്രയായിരിക്കും? n നമുക്ക് 10 ആണ് കിട്ടും. അപ്പൊ 10 സൈക്കിൾസ് ഓഫ് മൈറ്റോസിസ് ആണ് ഇവിടെ അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന. ഇതിന്റെ ഒറിജിനൽ പേരന്റൽ സെൽ എത്ര എത്ര സൈക്കിൾ അണ്ടർഗോ ചെയ്യുന്ന 2n equals 1024. ഇതില് n എന്ത് കിട്ടി? നമ്മുടെ 10 കിട്ടി. അപ്പൊ 210 ആണ് 1024. ഇതിന് ആൻസർ 10 സൈക്കിൾസ്, 10 സെൽ സൈക്കിൾസ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്നത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇന്നത്തെ സോൾവിങ് എന്ത് ചെയ്യാണ്? 10th ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. അപ്പോ താങ്ക് യു.